ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്. ഭാഗം 31. പിതാവായ ദൈവം. സാധാരണയായി ദൈവം മനുഷ്യർക്ക് വെളിപ്പെടുത്തുന്ന മാർഗം ഏതാണ്? ഏതാണ്ട് BC 593 എഹെസ്കേൽ പ്രവാചകന് ദൈവദർശനമുണ്ടായി. സൃഷ്ടികളെയും ദൈവമഹത്വത്തെയും വേർതിരിക്കുന്ന ഒരു വിധാനത്തിനു മുകളിൽ അവൻ ഉപവിഷ്ടനായിരിക്കുന്നു എന്നാണ് എഹെസ്കേൽ പ്രവാചകൻ വർണ്ണിക്കുന്നത്. അവയുടെ തലയ്ക്ക് മീതെ, വിധാനത്തിനു മീതെ നീലക്കല്ലിൻ്റെ കാഴ്ച പോലെ സിംഹാസനത്തിൻ്റെ രൂപവും, സിംഹാസനത്തിൻ്റെ രൂപത്തിന്മേൽ അതിനു മീതെ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപവും ഉണ്ടായിരുന്നു എന്നാണ് പ്രവാചകന്റെ വർണ്ണന. എഹെസ്കേൽ പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യം. പിതാവാം ദൈവത്തിൻ്റെ രൂപം, മനുഷ്യ സാദൃശ്യം. ദൈവം ആത്മാവാകുന്നു എന്നാണ് എൻ്റെ പക്ഷമെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. ശരി തന്നെ. എന്നാൽ അവൻ ആത്മാവായിരിക്കുന്നത് ഒരു മാർമിക രൂപത്തിലാണ്. അന്തരീക്ഷത്തിൽ ഒരു മേഘം ഒഴുകി നടക്കുന്നത് പോലെയല്ല. വിലയേറിയ രത്നക്കല്ലുകളുടെ തിളങ്ങുന്ന പ്രതിബിംബമായിട്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പാട് പുസ്തകത്തിൽ അവനെ കാണുന്നത്. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 3-ാം വാക്യം. പ്രവാചകന്മാർ വളരെ വിശദമായി തന്നെ ദൈവത്തിൻ്റെ സവിശേഷതകൾ പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ അധരങ്ങളിൽ ഉഗ്രകോപം നിറഞ്ഞിരിക്കുന്നു, അവൻ്റെ നാവ് ദഹിപ്പിക്കുന്ന തീ പോലെ ഇരിക്കുന്നു എന്നാണ് യെശയ്യാവിൻ്റെ വാക്കുകൾ. യെശയ്യാവിൻ്റെ പുസ്തകം 30-ാം അധ്യായം 27-ാം വാക്യം. അവനു കാണുവാൻ കഴിവുള്ളവനെന്ന് അവൻ വെളിപ്പെടുത്തുന്നു. എൻ്റെ കൺമുമ്പിൽ തന്നെ എനിക്ക് അനിഷ്ടമായത് അവർ ചെയ്തു. യെശയ്യാവിൻ്റെ പുസ്തകം 66-ാം അധ്യായം 4-ാം വാക്യം. മുഖവും കരവും വിരലുകളുമുള്ളവനായി ദൈവത്തെ ചിത്രീകരിക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. സീനായ് മലയിൽ വെച്ച് ദൈവം മോശയോട് സംസാരിച്ചു കഴിഞ്ഞ് തൻ്റെ സ്വന്തം വിരലുകളാൽ എഴുതിയ കൽപ്പനകൾ നൽകിയല്ലോ. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം 18-ാം വാക്യം. തുടർന്ന് ദൈവം മോശയോട് അരുളി ചെയ്യുന്നത്, നിനക്ക് എൻ്റെ മുഖം കാണുവാൻ കഴിയുകയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കുകയില്ല. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 20-ാം വാക്യം. തൻ്റെ പിൻഭാഗത്തെക്കുറിച്ച് യഹോവ മോശയോട് സംസാരിച്ചു. എൻ്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ ഒരു പിളർപ്പിലാക്കി, ഞാൻ കടന്നു പോകുവോളം എൻ്റെ കൈകൊണ്ട് നിന്നെ മറയ്ക്കും. പിന്നെ എൻ്റെ കൈ നീക്കും, നീ എൻ്റെ പിൻഭാഗം കാണും, എൻ്റെ മുഖമോ കാണാവതല്ല എന്ന് യഹോവ അരുളി ചെയ്തു. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 22-ാം വാക്യം. അഗോചരമായ ആത്മാവായി മാത്രമേ ദൈവം വെളിപ്പെടുകയുള്ളെങ്കിൽ എങ്ങനെ സാധിക്കും? വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം. ദൈവത്തിന് ഒരു ഹൃദയമുണ്ട്. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുതപിച്ചു. അത് അവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 6-ാം വാക്യം. ഇനിയും നമുക്ക് പുത്രനിലേക്ക് നോക്കാം. ഈ ലോകത്തിലേക്ക് വരുന്നതിനു മുമ്പ് അവൻ പിതാവിനോട് കൂടെയായിരുന്നപ്പോൾ പദാർത്ഥമായ ഒരു രൂപം അവനുണ്ടായിരുന്നില്ല. ബേത്ലഹേമിൽ ഒരു ശിശുവായി ജനിച്ചതോടുകൂടിയാണ് അസ്ഥിയും രക്തവും മാംസവുമുള്ള ഒരു മനുഷ്യ ശരീരം തനിക്ക് ലഭിച്ചത്. നിങ്ങളെപ്പോലെ ഒരു പുരുഷനായി അവൻ വളർന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ മൂവരിൽ യഥാർത്ഥ ആളത്വം ആർക്കാണ് എന്ന് ഞാൻ ചോദിച്ചാൽ പുത്രൻ എന്നായിരിക്കും ഭൂരിപക്ഷത്തിൻ്റെയും മറുപടി. യേശുക്രിസ്തു ഒരു മനുഷ്യ ശരീരം എടുത്തതുകൊണ്ട് നമുക്ക് അവനെ തിരിച്ചറിയാം. യേശുക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് തുടങ്ങിയ അടിസ്ഥാന കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്രിസ്ത്യാനിയായിരിക്കാൻ അസാധ്യമാണ്. നിങ്ങളുടെ രക്ഷ സുസാധ്യമാക്കിയ അടിസ്ഥാന വിഷയങ്ങളാണ് അവയെല്ലാം. ദൈവത്വത്തിലെ ഒരു ഘടകമായ യേശുവിന് ഒരു ദേഹി ഉണ്ടായിരുന്നു എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട്. ക്രൂശീകരണത്തിന് മുമ്പ് ഗത്സമനെ തോട്ടത്തിൽ വെച്ച് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, എൻ്റെ ഉള്ളം മരണവേദനയോടെ അതിദുഃഖിതമായിരിക്കുന്നു. ഉള്ളം എന്നത് ദേഹി എന്ന് കരുതണം. അവൻ്റെ രൂപത്തെക്കുറിച്ച് നമുക്ക് ശാരീരികമായ ഒരു വിവരണം നൽകുവാനുണ്ടായിരിക്കും. ദൃഷ്ടാന്തമായി നമ്മുടെ അറിവിൽ അവന് ഒരു നീണ്ട താടിയും മുടിയും ഉണ്ടായിരുന്നു. പഴയ നിയമത്തിൽ മിശിഹായുടെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ചുള്ള പ്രവചന ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എൻ്റെ കവിളും കാണിച്ചു കൊടുത്തു. എൻ്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറച്ചു വെച്ചിട്ടുമില്ല.
യെശയ്യാവിൻ്റെ പുസ്തകം 50-ാം അധ്യായം 6-ാം വാക്യം. പാരമ്പര്യമായി പുരുഷന്മാർ തലമുടി നീട്ടുന്ന പട്ടണമായ നസറേത്തിൽ നിന്നാണ് യേശുവും വന്നത്. പുനരുത്ഥാനം പ്രാപിച്ച ശരീരത്തിൽ ഇന്ന് യേശുക്രിസ്തു പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവൻ ഏതു രൂപത്തിലാണ് കാണപ്പെടുക? വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ അവനെ ദർശനത്തിൽ കാണുന്നുണ്ടല്ലോ. നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, തലയും മുടിയും വെളുത്ത പഞ്ഞുപോലെ ഹിമത്തോളം വെള്ള, കണ്ണ് അഗ്നിജാലയ്ക്കൊത്തത്, കാൽ ഉലയിൽ ചുട്ടു പഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അവൻ്റെ തലയിൽ പൊൻകിരീടം, രാജാതിരാജാവും കർത്താതി കർത്താവും എന്ന നാമം ഉടുപ്പിന്മേൽ എഴുതിയിരിക്കുന്നു. യോഹന്നാൻ സംസാരിക്കുന്നത് പോലെ പിതാവായ ദൈവത്തെക്കുറിച്ചല്ല, മനുഷ്യപുത്രനെക്കുറിച്ചത്രേ. സ്വർഗീയ ആകാരത്തിൽ നിന്നും വ്യത്യസ്തമാണ് അവൻ്റെ മഹത്വീകരിക്കപ്പെട്ട ശരീരം.